നമ്മുടെ സമയം നമ്മൾ സോഷ്യൽ മീഡിയകളിലും അതുപോലെയുള്ള മറ്റു പല അനാവശ്യമായ കാര്യങ്ങളും ഒരു ഉപകാരമില്ലാത്ത കാര്യങ്ങളിലും ധാരാളം സമയം നാം ചെലവഴിക്കുന്നുണ്ട്. അതെല്ലാം കുറച്ചുകൊണ്ട് ഖുർആനിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ച് ഖുർആൻ പാരായണം ചെയ്യാനുള്ള സമയം നാം ഒഴിഞ്ഞെടുക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു ഹദീസ് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വസ്സിയാമു വൽ ഖുർആൻ യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. നോമ്പും ഖുർആനും നാളെ അടിമയ്ക്ക് വേണ്ടി അല്ലാഹുവിനോട് ശുപാർശ ചെയ്യുന്നതാണ്. അമലുകൾ ശുപാർശ ചെയ്യുന്നതിൽ നോമ്പും ഐച്ഛികമായ നോമ്പ് നോറ്റവരോടും അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്തവർക്കും വേണ്ടി നോമ്പും ഖുർആനും അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും. യഖൂലു സിയാം, നോമ്പ് അള്ളാഹുവിനോട് പറയും, ഐ റബ്ബി മനഅതുഹു അത്ആമ വശഹവാതി ബിന്നഹാർ ഫശഫിഅനി ഫീഹി. അല്ലാഹുവേ, ഞാൻ അവന്റെ ഭക്ഷണവും അവന്റെ ഇച്ഛകളും ആഗ്രഹങ്ങളും ഞാൻ പകലിൽ തടഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ ശുപാർശ അവന് വേണ്ടി നീ സ്വീകരിക്കണം. വയഖൂലുൽ ഖുർആൻ, ഖുർആൻ അല്ലാഹുവിനോട് പറയും, മനഅതുഹു അന്നൗമ ബില്ലൈൽ ഫശഫിഅനി ഫീഹി. അല്ലാഹുവേ, രാത്രി അവൻ എന്നെ പാരായണം ചെയ്തുകൊണ്ട് രാത്രി ചെലവഴിച്ചിട്ടുണ്ട്, രാത്രി നിസ്കരിച്ചിട്ടുണ്ട്, അവന്റെ ഉറക്കം ഞാൻ രാത്രിയിൽ കളഞ്ഞിട്ടുണ്ട്, തടഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ ശുപാർശ അവന് വേണ്ടി നീ സ്വീകരിക്കണം എന്ന് പറയും. ഫയശ്ഫഅൻ, ആ രണ്ടുപേരുടെയും ശുപാർശ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. അതേ മഹത്തായ രണ്ട് ഇബാദത്തുകളാണ് നോമ്പ് നോൽക്കുക എന്നുള്ളതും ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതും. അതുകൊണ്ട് അതിന് പ്രത്യേകമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാതൃക കാണിച്ച സമയമാണ് ശഅബാൻ എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം അശ്രദ്ധമായി പോകരുത്.